SMA രോഗം ബാധിച്ച ഖത്തർ മലയാളി ദമ്പതികളുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. മൽഘ റൂഹി എന്ന 4 വയസ്സുകാരിയുടെ ചികിത്സയ്ക്കായി ഏകദേശം 20 കോടിയിലേറെ രൂപയാണ് ആവശ്യമുള്ളത്. ഇതിനായി ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. തനിക്ക് ബാധിച്ച രോഗത്തിന്റെ ഗൗരവം തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഈ പിഞ്ചുകുഞ്ഞിന്റെ മുഖം ഇപ്പോൾ ഖത്തറിലെ ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിലെ പൊള്ളുന്ന ആധിയാണ്. ഖത്തറിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പാലക്കാട് മേപ്രമ്പ് സ്വദേശികളായ റിസാലിന്റെയും നിഹാലയുടെയും മകൾ മൽക്ക റൂഹിക്ക് അത്യപൂർവമായ സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ SMA ആണെന്ന് തിരിച്ചറിഞ്ഞത് 2 മാസം മുമ്പ്. മോളുടെ 2nd മന്ത് പോളിയോ വാക്സിനേഷൻ സമയത്താണ് ഡോക്ടർ എക്സാമിൻ ചെയ്യുമ്പോഴാണ് മോൾക്കൊരു വീക്ക്നെസ് ഉള്ളതായിട്ട് പറയുന്നത്. പക്ഷെ അവരതൊരു കൺഫർമേഷൻ ചെയ്യണമെങ്കിൽ കുറേ ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹയർ ഹോസ്പിറ്റലിലോട്ട് അവർ റെഫർ ചെയ്യായിരുന്നു. പിന്നെ അതിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ റെഫർ ചെയ്ത് അവരുടെ എക്സാമിനേഷൻ ശേഷം അവർ ഫർദർ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിലോട്ട് പോയി. ആ ടെസ്റ്റിങ്ങിൽ ബ്ലഡ് ടെസ്റ്റും ജനറ്റിക് ടെസ്റ്റിലാണ് മോൾക്ക് കൺഫേം ചെയ്തത് SMA type 1 എന്നുള്ള ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുള്ളത്. ഖത്തർ സർക്കാരിന് കീഴിൽ ലഭ്യമായ ചികിത്സയെല്ലാം നൽകുന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട മരുന്നിന് മാത്രം 20 കോടിയിലേറെ രൂപയാണ് ആവശ്യം. കുറഞ്ഞ ദിവസങ്ങൾക്കകം ഇത്രയും ഭാരിച്ച തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് മാതാപിതാക്കളും ഖത്തറിലെ ഇന്ത്യൻ സമൂഹവും. 11.6 മില്യൺ ഖത്തറി റിയാലാണ് ഏകദേശം 23 കോടി രൂപയോളം വരുന്ന ചികിത്സാ ചെലവാണ് മൊത്തത്തിൽ വരുന്നത്. നമുക്കൊക്കെ അറിയാം, സാധാരണ ഒരു ഫാമിലിക്ക് താങ്ങാവുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള വലിയൊരു എമൗണ്ടാണ്. തീർച്ചയായും നമ്മുടെ ഇപ്പോഴുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ കുഞ്ഞു മൽക്കയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതിലെല്ലാവരുടെയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ എല്ലാവരുടെയും വലിയ സപ്പോർട്ടുകൾ, ചെറിയ ചെറിയ സംഖ്യ ആണെങ്കിൽ പോലും നമ്മുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ ആവശ്യമുണ്ട്. ഖത്തർ ചാരിറ്റി ഇതിനുള്ള തുക സമാഹരിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള സുമനസ്സുകളുടെ സഹായം കൂടിയുണ്ടെങ്കിലേ ഈ ദൗത്യം ഫലം കാണൂ എന്നുറപ്പ്. ഖത്തർ ചാരിറ്റിയിൽ ഇപ്പോൾ നമ്മുടെ ഖത്തറിൽ എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. അവരുടെ തന്നെ ലിങ്കിൽ നമ്മൾ പോകുമ്പോൾ കാർഡ് പേയ്മെൻറ്റ്, ATM, ഡെബിറ്റും ക്രെഡിറ്റും പിന്നെ ഗൂഗിൾ പേ എന്നുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അതിന് പുറമെ ഖത്തർ ചാരിറ്റി ഇവിടെ ഖത്തറിലുള്ളവർക്ക് നമ്മുടെ ഈ ഖത്തർ ചാരിറ്റിയുടെ കിയോസ്കുകളിൽ പോയിട്ട് ഈ റെഫറൻസ് നമ്പർ പറഞ്ഞാലും അങ്ങനെയും ഡൊണേറ്റ് ചെയ്യാം. ഈ ആപ്പ് ത്രൂ മാത്രം ചെയ്യണമെന്നില്ല. ഖത്തർ ചാരിറ്റിയുടെ വെബ്സൈറ്റ് വഴി ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പണമയക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു അണുബാധയുണ്ടായാൽ പോലും ജീവൻ അപകടത്തിലാവുന്ന ഈ പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ എത്ര ചെറിയ തുകയും ഈ സംവിധാനം വഴി അയക്കാനാവും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കാറുള്ള പ്രവാസികൾ ഒന്ന് മനസ്സുവെച്ചാൽ ഈ പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാം. അൻവർ പാലേരി, 24 ദോഹ.